പരിയുടെ പ്രേക്ഷകർ ഇപ്പം ഞാനിലുള്ള സ്ഥലം എന്ന് പറയുന്നത് 16 വർഷമായി ഉറങ്ങാത്ത ഒരു മനുഷ്യൻ, നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫ് ഖാൻ. നമ്മൾ താമരശ്ശേരി വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അസ്ഥിഗിരി ബാറിൻ്റെയും താമരശ്ശേരി ചുണ്ടത്തിൻ്റെ ഇടയിലൊരു കട. അപ്പോൾ നമ്മുടെ ഷെരീഫ് ഖാൻ്റെ ആ ഒരു 16 വർഷമായിട്ട് ഉറങ്ങാണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടല്ലോ, ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള കപ്പ ബിരിയാണി അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഉറപ്പ് വരുന്നത്. അത് മാത്രമല്ല, ഒറ്റക്കാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത്. പുറത്ത് വണ്ടിയിൽ ആളുകൾ വന്നിട്ടുണ്ട്, ഓർക്ക് പാർസൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്, അതുപോലെ അകത്ത ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓർക്കുള്ള കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതെല്ലാം എന്താ പറയുക, കറക്റ്റ് പങ്ക്ച്വലായിട്ട് ചെയ്യുന്ന, ആ പങ്ക്ച്വാലിനൊപ്പം രുചി കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഷെരീഫ് ഖാൻ. ഷെരീഫ് ഇപ്പോൾ നമ്മളെ ഫ്രെയിമിലേക്ക് വരും. ഒന്ന് കണ്ടോ, ഇതാണ് നമ്മുടെ മുത്ത്. 16 വർഷമായിട്ട് ഉറങ്ങാണ്ട് നമുക്ക് രുചികരമായ ഭക്ഷണം പഠിപ്പിച്ചിരുന്ന മുത്ത്. ഇതാ സംസാരിക്കണമെന്നും ഊപ്പർക്ക് ഇപ്പോൾ സമയമില്ല, ഒരു സംസാരമില്ല. ഊപ്പർ ഓർഡർ എടുക്കാൻ സാധനം കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് കാഴ്ച കണ്ടോ. അപ്പം ഞാനിപ്പോൾ എനിക്ക് 2 കൊത്ത് അപ്പോൾ ഓർഡർ കൊടുത്തു ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം മൂപ്പരായ രുചികരമായ കപ്പ ബിരിയാണി ഒന്ന് കഴിക്കണം, കുറച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടാണ്. അപ്പോൾ കാഴ്ചകൾ കാണാം. ഏകദേശം പുലർച്ചെ ഒരു 12 മണിയോട് കൂടിയാണ് ഞാനിപ്പോൾ കടയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ കടയിലെത്തിയപ്പോൾ ഒരു പിന്നെ ഒരു ചെമ്പ് കഴിഞ്ഞിട്ടുണ്ട് കപ്പ. അപ്പൊ രണ്ടാമത്തെ ചെമ്പ് കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കപ്പ ബിരിയാണി ചിക്കനിൽ വേണമെന്ന് പറഞ്ഞു. ചിക്കനിൽ ബീഫിലുണ്ട് കപ്പ ബിരിയാണി. അത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. അത് നമ്മളെ മുമ്പിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിക്ക എന്ന് പറയുന്നത് ഒരു 1 man ഷോ കൂടിയാണ്. കാഷ്യറും അതുപോലെ തന്നെ ക്ലീനറും സപ്ലയറും ഫുഡ് ഉണ്ടാക്കുന്ന ആളും എല്ലാം നിക്ക തന്നെയാണ്. വേറെ ആളും അവിടെ ഇല്ല. എത്ര ആള് വന്നാലും കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇക്കേക്കുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു ഐറ്റംസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പൊ നല്ല ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും അതുപോലെ ലിവർ ഫ്രൈയും ബോട്ടി ഫ്രൈയും അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കപ്പകള്, അതുപോലെ കൊത്തു പൊറാട്ട, കപ്പ ബിരിയാണി ഉണ്ട്, കൊത്തു പൊറോട്ട. കപ്പ ബിരിയാണി ചിക്കനിലും ബീഫിലും ഉണ്ട്, കൊത്തു പൊറോട്ടയും ചിക്കനിലും ബീഫിലും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ട് ബ്രെഡ് സാൻഡ്വിച്ച്. അത് ഗംഭീര സാധനമാണ്, മസ്റ്റ് കഴിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ടേസ്റ്റ് വൈസ് ഗംഭീര ഒരു സംഭവം. അതുകൊണ്ടാണ് നമ്മൾ എത്ര ദൂരെ യാത്ര ചെയ്ത് വരുമ്പോൾ മൈസൂരോ ഉരുൾപ്പെട്ട് എവിടെ പോയി വരുമ്പോൾ ഇവിടെ തന്നെ കഴിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ വരുന്ന സമയത്ത് വൈഫ് ചോദിച്ചു, കൽപ്പറ്റന്ന് വരുന്നത് വൈഫ് വിളിച്ചു പറഞ്ഞു ഇക്കട നടന്നല്ലേ കഴിക്കുക, അപ്പൊ എനിക്ക് എന്തായാലും കൊത്തുപൊറോട്ട മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പം വൈഫിനുള്ള കൊത്തുപൊറോട്ട്, മകനുള്ള ബ്രെഡ് സാൻഡ്വിച്ച് അതും മേടിക്കണം. അപ്പൊ അതിനൊക്കെ കൂടി കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ബ്ലോഗ് എടുക്കാം. അതൊക്കെ കുറച്ച് തിരക്കിലാണ്. അപ്പൊ ആ തിരക്കുള്ള സമയം നോക്കി ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കാണ് ഈ ഒരു ബ്ലോഗ്. അപ്പൊ എന്തായാലും ഒക്കെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്, കൊപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഡെക്കറൊക്കെ ചെയ്ത് പിന്നെ ടേബിളിൽ എത്തിക്കാനുള്ള പണിയിലാണ്. അത് നല്ല രസമാട്ടോ ഇവിടെ കണ്ടു നിൽക്കാനൊക്കെ നല്ല ആഹാരം. എന്തായാലും ഇക്ക ഒരു നല്ല കോമഡിയാണ്. മൂപ്പർ സംസാരിക്കൊന്നുമില്ല, മൂപ്പർ ഫുൾ ടൈം എന്താ പറയാ എല്ലാം 1 man ഷോ ആയതുകൊണ്ട്. 16 വർഷമായി ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട്, അങ്ങനെ 16 വർഷമായിട്ട് ഉറങ്ങിയിട്ടുള്ള എന്താണ് ഉറക്കം കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുക്കുക, ഉണ്ടാക്കാൻ മാത്രമല്ല ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന ഒരു 1 man ഷോ എന്നല്ല, അതിനപ്പുറം പറയുന്നല്ലേ. ബാലചന്ദ്ര മേനോൻ പടം എടുക്കുന്ന എങ്ങനെയാണോ ആ പടം എടുക്കുമ്പോഴാണ് മൂപ്പര് എല്ലാം കൂടി സകല ഗുലാബിയാക്കും. പക്ഷെ എന്നാ ഇതാ ചെമ്പൊക്കെ സെറ്റ് ആയിക്കണ്. അപ്പൊ കപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ കപ്പ ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് കപ്പ ബിരിയാണി കഴിക്കണം. വൈഫിനുള്ള കൊത്തു പൊറോട്ട ദേശം പാർസൽ റെഡിയില്ല. ഇനിയിപ്പോ കപ്പ ബിരിയാണി ബ്രെഡ് സാൻഡ്വിച്ച്. ഇത് ചായ ഒക്കെ നല്ല ടേസ്റ്റ് ചായ ആണ്, നല്ല ഹരപ്പിക്കുന്നത്. അപ്പോൾ നല്ല എന്താ പറയാ, നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഇടം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും നമ്മൾ വ്ളോഗ് കണ്ടിട്ടാ വന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പി വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് മാത്രം ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് പലപ്പോഴും ഞാൻ ചില വ്ളോഗെല്ലാം കണ്ടിട്ട് ചില കടകളിൽ പോയിട്ട് നമ്മൾ പെട്ടുപോകാറുണ്ട്, നമ്മൾ ശപിച്ചു പോകും. അങ്ങനെ നമ്മൾ ആരും ശപിക്കരുത്. നമ്മളൊരു കട പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ കടയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കും കൂടി സംതൃപ്തിയാവണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കടകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് വ്ളോഗ് ഇടുന്നത്. അത് മാത്രമല്ല ഇക്കാന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിക്കാന്ന് വിളിച്ചാൽ ഷെരീഫ് ഖാൻ ഇക്കടെ പേരെന്നല്ല, ഫുഡിക്കാന്ന് ഞങ്ങൾ വിളിക്കും. അത് ചിലപ്പോൾ പുലർച്ചൊക്കെ ഞാനും ഭാര്യയും വരാറുണ്ട്.
മക്കളെയും കൂട്ടിയിട്ട് ചിലപ്പോൾ പുലർച്ചെ സമയത്തൊക്കെ നമുക്കൊരു ഹാലളകുന്ന ഇറങ്ങി വരും. അപ്പോൾ വരുന്ന ഇക്കടെ കടയിൽ ഇപ്പോൾ ഇത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ കടയുടെ പേര് ന്യൂ NVH തട്ടുകട. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴി അസ്ഥിനിപുരി ബാറിൻ്റെയും അതുപോലെ തന്നെ ചുങ്കം ജംഗ്ഷൻ്റെയൊക്കെ സെൻട്രലായിട്ടാണ് ഈ കട വരുന്നത്. പിന്നെ അവിടെ ചുങ്കം ജംഗ്ഷനിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് ഇക്കയുടെ ഈ NVH എന്ന കട വരുന്നത്. ഈ കടയുടെ ടൈം എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി. വൈകിട്ട് 6 മണിക്ക് വന്നാൽ ചെറുകടികൾ കിട്ടും, കുറച്ച് കടികളൊക്കെ തീരും. വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ് കടയുടെ ടൈം. ഇവിടെ പൊറോട്ടയും നെയ്ച്ചോറും ചപ്പാത്തിയും ബിരിയാണിയും മുട്ട പൊറോട്ടയും കപ്പ എടുക്കുന്നത് ഇതൊക്കെ കിട്ടും. അപ്പോൾ ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം.